മമ്മൂട്ടി പണ്ട് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ആളുകളെ പറ്റിക്കാൻ നോക്കണ്ടേ ഞാൻ വിചാരിക്കണം. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ മമ്മൂട്ടിയുടെ നമിച്ചു, എന്റെ പൊന്നു മമ്മൂട്ടി ഇങ്ങനെ പറയില്ലെന്ന് ഞാൻ പിന്നെ കണ്ടാ പറയണമെന്ന് വിചാരിച്ചു. സത്യം പറയുമ്പോൾ ഞാനിപ്പോ സ്ത്രീ എല്ലാം സാരി ഉടുക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിൽ ഞാൻ മേടിക്കാനേ. കാരണം നമ്മളത് മേടിക്കണം ശരിക്കും. എന്താന്ന് വെച്ചാ മറ്റേ പുള്ളിക്കാരി ഈ സാരീസ് ബൈ മൃദുലയിൽ പൂക്കളും ഇല്ല. അങ്ങനെ നിങ്ങൾ പറയരുത്, പൂക്കളമില്ല മോനെ, പൂക്കളമില്ല. ആ പോയിന്റ് കണ്ടുപിടിക്കണം നമ്മള്, മനസ്സിലായ. പിന്നെ ഞാൻ പറയണത് സത്യത്തിൽ ഇനി പൂവില്ല, വെറുതെ ഒരു ഓലമടൽ കീറിയിട്ട് അതിന്റെ പുറത്ത് സാരി ഇട്ടാലും നമ്മൾ മേടിക്കണമെന്ന് ഞാൻ പറയണം. കാരണം എന്ന് വെച്ചാൽ ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ട് ആരോട്? നമ്മളോട്. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, അമ്മുമ്മയോട് ഇല്ലേന്ന്. അത് ഓർമ്മിക്കരുത്. ഇതെന്ത് ചെയ്യണം? കഞ്ഞി മുറ്റത്ത് കുഴി കുത്തി വെച്ചിട്ട് കഞ്ഞിയായിട്ട് കൊടുക്കണം. എന്നിട്ട് ആ കഞ്ഞി കൊടുത്തിട്ടെങ്കിൽ പിന്നെ വീട്ടിലിരിക്കണ ആ കഞ്ഞി കുടിച്ചാൽ പോരെ, അതിന്റെ പകുതി കൊടുക്കാതിരുന്നാൽ പോരെ. എന്നിട്ട് ആ കൊതികൾ എന്തോ ആലോചിച്ചു. സർ, അഹാന കൃഷ്ണകുമാറിന്റെ പുതിയ തട്ടിപ്പാണ് ഇപ്പോ ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഏറിയെന്ന് കഴിഞ്ഞ ദിവസം താഴെ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട് ആള്. ഇത് തട്ടിപ്പാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇപ്പോ കൃത്യമായിട്ട് എനിക്ക് അറിയില്ല കാര്യം. വെച്ചാൽ അവയെ വിൽക്കുന്ന അവരുടെ ഒരു സൈറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ സാരി സെല്ലിങ് എല്ലാവർക്കും ഇപ്പോൾ കോമൺ ആയിട്ട് മിക്ക സെലിബ്രിറ്റീസും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അഹാനയുടെ സൈറ്റിൽ വിൽക്കുന്ന അതേ സാരികൾ അതിന്റെ പകുതി പോലും വിലയില്ലാണ്ട് മറ്റ് സൈറ്റുകളിൽ വരുന്നതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം. ഒരുപക്ഷെ നമ്മൾ കാണുമ്പോൾ ഒരു പിങ്ക് സാരി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് കണ്ടതാണെങ്കിലും ഒരേ ബ്രാൻഡ് ഒരേ സാധനം അതിന്റെ താഴെ എഴുതിയിരിക്കുന്നതാണെങ്കിലും ഒരേ ഐറ്റം ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ വിലയിൽ തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. 4800 രൂപയ്ക്ക് ഒരു സൈറ്റിൽ ഇട്ടിരിക്കുന്ന സാരി അഹാനയുടെ സൈറ്റിൽ വരുമ്പോൾ 9000 രൂപയിലേക്ക് കടക്കും. 7500 അതെ. പിന്നെ ബഡായി ആര്യ ബഡായിക്കും ഇതുപോലൊരു സാധനം ഉണ്ടല്ലോ. ആര്യയുടെ സൈറ്റിലും 9000 കാഞ്ചീവരം അതിൽ 9000 രൂപയ്ക്ക് ഇട്ടിരുന്ന ഒരു സാരിയാണ് അഹാനയുടെ സൈറ്റിൽ വരുമ്പോൾ 15000 രൂപയാണ്. 14999 രൂപ, 1 രൂപ കുറവുണ്ട്. അപ്പൊ അത്രയിലേക്ക് വരുന്നു. അപ്പൊ ഇങ്ങനെ ഹ്യൂജ് ഡിഫറൻസ് വരുമ്പോ ഇത് തട്ടിപ്പല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആളുകൾ രംഗത്ത് വരുന്നത്. അല്ല, അതിലിപ്പോ അതൊരു തട്ടിപ്പെന്നൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഞാൻ ഇന്നാണ് ഈ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. രുക്മിണി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ കയറി നോക്കിയായിരുന്നു. പക്ഷെ അത് സോൾഡ് ഔട്ട് ആയി. അല്ല, വാങ്ങിച്ച് ശരിക്കും ഞാൻ സാരി ഉടുക്കണില്ലെങ്കിൽ ശരി 2 വാങ്ങിച്ച് വീട്ടിൽ വെച്ചേക്കാന്ന്. ഓരോ റൂമിൽ. അല്ല, ഭാര്യക്ക് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, 2 ഓരോ റൂമിൽ. കാരണം എല്ലാ വീട്ടിലും ഒരു അമ്മു വേണമെന്ന് പറഞ്ഞു. അമ്മു ഇല്ലെങ്കിലും സാരിയെങ്കിലും ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നന്നായിരിക്കും. നമ്മള് ഒരു കുറവുണ്ടെങ്കിൽ നമ്മളത് നികത്തണമല്ലോ. അപ്പൊ അതുകൊണ്ട് സാരി ഒന്നും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം ഒരു സെലിബ്രിറ്റി ആകുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന പ്രൈസ്, അവരുടുത്തേക്കണ സാരി നമ്മൾ ഉടുക്കുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം നമുക്ക് കിട്ടുമല്ലോ. ആ സന്തോഷത്തിനാണ് നമ്മൾ 5000-6000 രൂപ കൊടുക്കേണ്ടി വരും. അവര് ഹാൻഡ് പിക്ക് ചെയ്യുന്ന സാധനം. പിന്നെ ഇതിൽ അവര് ഹാൻഡ് പിക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെയല്ല. കാരണം എന്താ വെച്ചാൽ ഈ കാശ് കൂടുതൽ കൊടുക്കാം നമുക്ക്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ലവ് ആൻഡ് അഫെക്ഷൻ കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പം അത് പ്രൈസ്ലെസ് ആണ്. അതിപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സാരി സ്റ്റോറീസ് ബൈ മൃദുല എന്ന് കൊടുത്താൽ ശരിയാണ് 3000 രൂപ 4000 രൂപ കുറച്ച് കിട്ടും. പക്ഷെ അത് കാര്യമില്ല. പക്ഷെ ഈ ലവ് ആൻഡ് അഫെക്ഷൻ അഹാനയുടെ കിട്ടുക അത് കിട്ടില്ല. അപ്പൊ അത് അഹാന മുതൽ മറ്റേ സിന്ധുകൃഷ്ണ മാഡം വരെയുള്ളവരുടെ അഹാന മുതൽ സിന്ധുകൃഷ്ണ മാഡം വരെയുള്ളവരുടെ ലവ് ആൻഡ് അഫെക്ഷൻ കിട്ടണം. സത്യത്തിൽ കൃഷ്ണകുമാറിനെ കൂടി ഉണ്ടെങ്കിൽ ഒരു 5000 രൂപ കൂടി കൂട്ടായിരുന്നു. പക്ഷെ കൃഷ്ണകുമാർ ഇതിനകത്തില്ല. അപ്പം അതുകൊണ്ട് അത് കൂട്ടി മേടിക്കാം. പിന്നെ ഇതിലൊന്നും വലിയ അത്ഭുതമൊന്നുമില്ല. ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. പിന്നെ ഇതൊന്നും ഇപ്പം തുടങ്ങിയതല്ല, ഇതൊക്കെ പണ്ടേ മുതൽ ഇങ്ങനെ തന്നെയാണ്. ഇവർ പറയുന്ന 1 കൊല്ലം മുമ്പാണ് ഈ ബ്രാൻഡ് തുടങ്ങിയത്. ആ ബ്രാൻഡ് തുടങ്ങിയപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളൊരു ഡ്രോപ്പ് സെയിൽ നടത്തും എന്ന് പറഞ്ഞാൽ, ഡ്രോപ്പ് സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു 5000 സാരി പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ശരിക്കും അതൊരു 1000 രൂപയുടെ സാരി ആയിരിക്കും. താങ്കൾക്ക് ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, പ്രേക്ഷകർക്കൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, അയ്യോ എന്നൊക്കെ ചോദിക്കും. എനിക്കൊരു അത്ഭുതമില്ല. എന്താ കാര്യം ഞാൻ പറഞ്ഞത് താങ്കളോട്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽ ഷോറൂമിൻ്റെ ജനറൽ മാനേജർ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തു. മനസ്സിലായി? അപ്പോൾ അവൻ പറയണ കഥയെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയായിരുന്നു. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ 2-3 ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ അവൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് ജനറൽ മാനേജറായിട്ട്. ഞാനിപ്പോൾ ഷോപ്പിൻ്റെ പേര് പറയുന്നില്ല. അവിടെ 500 രൂപക്ക് മേടിക്കുന്ന സാരിയാണ് 3000 രൂപ കൊടുക്കുന്നത്. 500 രൂപക്ക് മേടിക്കുന്ന സാരി 3000 രൂപ കൊടുത്താലേ അതിൽ നിന്ന് 1000 രൂപയ്ക്ക് ലാഭം കിട്ടുള്ളൂ. 1000-1500 രൂപയ്ക്ക് ലാഭം കിട്ടുള്ളൂ. അങ്ങനെ കൊടുത്താലേ അവർക്ക് മുതലാവുള്ളൂ. അതെന്താ പറഞ്ഞുതരാം. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ബിസിനസ് അറിയാത്ത ഒരാൾ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടു. ഈ 500 രൂപയുടെ സാരി നിങ്ങൾ മറ്റേ ബോംബെന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ആണെങ്കിൽ അതിങ്ങോട്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. മനസ്സിലായോ?
ഈ കോസ്റ്റ് വന്നിട്ട് നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുവന്നത് വെക്കുന്ന കോസ്റ്റ് വരും. മനസ്സിലായി? ഇത് ചെയ്ത് പിക്ക് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം ഇവിടെ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാൻ പോകുന്ന 8-10 പേരാണ്. അപ്പോൾ അവർ താമസിക്കുന്ന ഹോട്ടൽ, ബാക്കിയുള്ളത് ബില്ല്, അതായത് സാരി മേടിക്കുന്നതിന് മുമ്പ് ഒരു ബില്ലായി കഴിഞ്ഞാൽ എൻ്റെ ഓർത്ത്. അപ്പോൾ ആ ബില്ല് വരും. അത് കഴിഞ്ഞ് ഈ സാധനം ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബില്ല് വരും. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ടുവന്ന് ഷോറൂമിൽ വെക്കുന്നു. ഇത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണം, പരസ്യം കൊടുക്കണം. ഇത് എത്ര തവണ ഇരിക്കുമെന്ന് അറിയില്ല. 10,000 പീസ് കൊണ്ടുവന്ന ഒരു 7,000 പീസ് ചിലവാകുള്ളൂ എന്ന് വിചാരിച്ചു വേണം പ്രൈസ് ഇടുക. അപ്പം ഇങ്ങനെ എല്ലാ കോസ്റ്റും കൂടി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ 500 രൂപയുടെ സാരി ഒരു 3,000 രൂപ ആയിരിക്കും വിൽക്കുക, 6 ഇരട്ടി ആയിരിക്കും വിൽക്കുക. ഇവിടെ ഇപ്പോൾ ഈ സാരി എന്ന് പറയുന്നത് അങ്ങനെ ഒരു 3 ഇരട്ടി 4 ഇരട്ടിയെങ്കിലും എടുത്തിട്ടായിരിക്കും 4,800 രൂപയ്ക്ക് ഈ സാരി മറ്റേ സാരീസ് ബൈ ആര് മറ്റേ മൃദുലെ ആരാണ്ട് എടുത്ത് വിൽക്കണ്ടാവുക, പാവം അവർ വിൽക്കണ്ടാവും. അപ്പോൾ അവർക്ക് തന്നെ ഇതിനകത്തൊരു 1,800-2,000 രൂപ കിട്ടുള്ളൂ, ലാഭം ഉണ്ടാകും. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അഹാനൊക്കെ ഒന്നും പോരാ. അഹാനയുടെയൊക്കെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓബൈ താമരയിൽ ചെന്ന് ഫുഡ് കഴിക്കണം, പിന്നെ മൗറീഷ്യസിൽ പോകണം, സിംഗപ്പൂരിൽ പോകണം. അപ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് പല പല ആവശ്യങ്ങളാണല്ലോ. ചിലർക്ക് ഇപ്പം നമുക്ക് കഞ്ഞി മതി, ചിലർക്ക് എന്ത് ചെയ്യണം 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർ അതിനനുസരിച്ച് റേറ്റ് കൊടുക്കണം. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ അവർ 7,000. അപ്പോൾ ഇതിൽ നിന്നൊരു 3,000 രൂപ 4,000 രൂപ ലാഭം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 5,000 സാരി വിൽക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം 4,000 രൂപയാണ് ലാഭമെങ്കിൽ 20 ലക്ഷം രൂപ ഒറ്റടിക്ക് ലാഭം കിട്ടും. ഒരു ഓണത്തിന് സീസണിൽ ഒരു സാരിയിൽ നിന്ന് തന്നെ ഇത്ര രൂപ വരും കിട്ടും. അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ ആളുകൾ ചെയ്യും. പിന്നെ ഇതൊക്കെ മേടിക്കാൻ ആളുണ്ടെങ്കിൽ ആര് ചെയ്യില്ലേ? എൻ്റെ ഇപ്പം താങ്കൾ പറയണേ താങ്കൾ കൊടുത്തേക്കുന്ന സാരി ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഷട്ടൂരിക്ക് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഊരി കൊടുക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞേ 5,000 രൂപ കൂടുതൽ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കൂലേ? ഓക്കെ, നമ്മൾ പക്ഷെ പറയും കേട്ടോ, നമ്മൾ പറയും അയ്യോ ഈ ഷർട്ടിന് അത്ര വിലയില്ല. പക്ഷെ അപ്പം പറയണില്ല, നിങ്ങൾ ഇട്ട ഷർട്ട് അതേ വേർപ്പോടുകൂടി എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? കൊടുക്കും. അപ്പം മറ്റേ സുധിയുടെ മറ്റേ പുള്ളിയുടെ വേർപ്പൊക്കെ അടങ്ങിയിട്ടുള്ള പെർഫ്യൂം വേണമെന്ന് പറഞ്ഞ പോലെ എന്ത് ചെയ്യണം വേണമെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അഹാന ഉടുത്ത സാരിക്ക് ഇതിനേക്കാൾ കൂടുതൽ വില മേടിക്കാൻ ഞാൻ പറയണം. അഹാന പറയണ ഒരു എക്സ്ട്രാ സാരി ഞാൻ മേടിച്ചു അതാണ് കൊടുക്കണമെന്ന്. അതൊന്നും ഉണ്ടാവില്ല, അതും കൂടി പാക്ക് ചെയ്ത് കൊടുക്കായിരിക്കും. കൊടുത്താലും ഞാൻ പറഞ്ഞാൽ ആ സാരിക്ക് കൂടുതൽ വില മേടിക്കും. കാരണം പണ്ട് ഇവിടെ സിൽക്ക് സ്മിത കടിച്ചാപ്പിളെ 86,000 രൂപക്കായിട്ട് വിറ്റ് വേണം. പിന്നെ ഗാന്ധിജിയുടെ കന്നഡ അത് ഓപ്ഷനിലേക്ക് കോടികൾക്ക് വിറ്റ് വേണം. കാരണം ആ കന്നഡക്ക് കന്നഡയുടെ പ്രൈസ് അല്ലല്ലോ, മനസ്സിലായി? അപ്പം അതുപോലെ അഹാന കൃഷ്ണയും സിന്ധു കൃഷ്ണയൊക്കെ അല്ലെങ്കിൽ ഈ 4 പേരൊക്കെ ഇരുന്ന ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു സാരി പർച്ചേസ് ചെയ്തില്ലേ അവർ. അവർക്ക് മേടിക്കാൻ പോകുമ്പോൾ അവർ നമുക്ക് വേണ്ടി പർച്ചേസ് ചെയ്യണം. എന്നിട്ട് അതായത് അവർക്ക് മേടിക്കുന്ന അതേ കെയർ, അതേ അറ്റൻഷൻ, അതേ ഇത്. അങ്ങനെയാണ് ഇവർ ബ്രാൻഡ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഈ മൃണാളിൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതൊന്നും അവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ട്. അവർക്ക് ഇപ്പം ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം അല്ല, അതിൻ്റെ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ 1 കൊല്ലമായി നിരവധി ആളുകൾ അവരുടെ അടുത്ത് വെച്ചിട്ടിരിക്കുക. എവിടെ നിങ്ങളുടെ ഡ്രസ് സെൻസ് അപാരമാണ്, നിങ്ങളുടെ ഭംഗി അപാരമാണ്, അപ്പം എത്ര ഭംഗിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് നമ്മൾ മാത്രമായിട്ട് സൂചിക്കണ ശരിയല്ല. പണ്ട് ഇല്ലേ താങ്കൾക്ക് ഓർമ്മ ഉണ്ടാവില്ല, അറക്കൽ ജോയ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ടായി. പുള്ളി 40,000 സ്ക്വയർ ഫീറ്റിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ വീട് വയനാട് പണിതിട്ടത് പുള്ളിയാണ്. അറക്കൽ ജോയ് കേട്ടിട്ടില്ല? അറക്കൽ ജോയ് പുള്ളി ആ വീട് പണിതോ പറഞ്ഞെന്താണെന്നറിയാം. ഈ ഗ്രാമത്തിലൊരു വെള്ളപ്പൊക്കമോ പ്രശ്നമോ വന്നാൽ ഇവിടുത്തെ എല്ലാവർക്കും താമസിക്കാൻ പറ്റണം വീട്ടിൽ, അല്ല വെറുതെ വീട് പണിതിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയാണ് ഞാൻ എൻ്റെ ഈ വലിയ വീട് പണിതിട്ട്. പക്ഷേ ആ പരിസരത്തുള്ള ഒരാളും ആ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടില്ല ഇതുവരെ. കാരണം എന്ന് വെച്ചാൽ അപകടമൊന്നും ഉണ്ടായിട്ടില്ല. അപകടം ഉണ്ടെങ്കിലേ പുള്ളിക്കാലത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരവരുടെ വീട്ടിൽ തന്നെ കിടന്നോളും. എൻ്റെ അറക്കൽ ചോദിച്ചിരിക്കും പറഞ്ഞാൽ 21ാമത്തെ അല്ലെന്ന് ചാടി മരിക്കുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഗൾഫിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് പോട്ടെ, പുള്ളി ദൗർഭാഗ്യവനായ മനുഷ്യൻ. അപ്പോൾ അതുപോലെയുള്ള ഡയലോഗാണ് ഇവർ പറഞ്ഞത്. ഇവർ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവർ മാത്രം ഒരു സാരി മേടിച്ചെടുക്കുന്നു. അപ്പോൾ താഴെ കമൻറ്റുകളുള്ള ആളുകളൊക്കെ വന്ന് അന്ധഭക്തരുണ്ടല്ലോ, അതായത് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് അന്ധഭക്തർ. അതായത് അവർ വിചാരിക്കുന്നത് മറ്റേ ഇഡിയറ്റ്സിനെ ആരാധിക്കുന്നവരാണ്. അതായത് ഇഡിയറ്റ്സ് എന്ന് പുള്ളി അദ്വേഷിച്ച ആരാണെന്നുള്ളത് പാർലമെൻറ്റിൽ പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. ഇഡിയറ്റ്സ് 3 തരത്തിലുള്ള ആളുകൾ ഈ ലോകത്തുണ്ട്. ഒന്ന് ഇഡിയറ്റ്സ്, ഒന്ന് അതിനെ എതിർക്കുന്നവർ, മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ഇഡിയറ്റ്സിനെ ആരാധിക്കുന്നവർ, അതായത് അന്ധമായിട്ട് ഭക്തമുള്ളവർ. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാരി വാങ്ങിച്ചേക്കണം. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് 4,800 രൂപ കിട്ടുമായിരിക്കും. പക്ഷെ സത്യത്തിൽ ഞാൻ പറയണ അഹാനൊക്കെ ചെയ്തൊരു വലിയ ഗുണമാണ്. 7,800 ഇട്ടിട്ടുള്ളൂ. വേണമെങ്കിൽ 15,000 ഇടാം, ഇതിലും കൂടിയാലും
ആ ശരി, സത്യം പറഞ്ഞപ്പോ ഞാനിപ്പോ സ്ത്രീ അല്ല സാരി ഉടുക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ എന്റെ കിഡ്നി വിറ്റിട്ടാണെങ്കിൽ ഞാൻ മേടിക്കാനേ. അഹാനകൃഷ്ണ കാരണം നമ്മളത് മേടിക്കണം. ശരിക്കും പറഞ്ഞാൽ മറ്റേ ഈ സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ എന്ത് ചെയ്യണം? അതായത് കടിച്ച ആപ്പിളാണ്, അത് എത്ര ദിവസം നന്നായിട്ട് ഇരിക്കുമെന്ന് പോലും നമുക്കറിയില്ല, ചീഞ്ഞിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? അത് കാശ് കൊടുത്ത് മേടിക്കണം. എന്നാലും ഈ ചോദിക്കുമ്പോൾ അവരുടെ വലിയ മനസ്സ് സമ്മതിക്കണം കേട്ടോ. ഏതോ ഈ ഷർട്ട് കൊള്ളാം, എവിടെന്നാ വാങ്ങിയെന്ന് ഞാൻ ചോദിക്കും. ഷർട്ട് വാങ്ങി കട പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറയില്ല. അതങ്ങനെ പിന്നെ അത് മാത്രമല്ല, ഇത് ലിമിറ്റഡ് എഡിഷൻ. അതായത് BMW കാറുകളൊക്കെ ഇറങ്ങുമ്പോൾ ലിമിറ്റഡ് എഡിഷൻ ഇറങ്ങും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മറ്റേ BMW മിനിയുടെ ഒക്കെ ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ 1000 എണ്ണമൊക്കെ ഇറങ്ങുള്ളൂ. അപ്പൊ 1000 എണ്ണം ഇറങ്ങുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കൂടുതൽ കാശ് കൊടുക്കണം. കാരണം നിങ്ങളൊരു പ്രൗഡ് ഓണറാണ്. അങ്ങനെ ആകാൻ നോക്കൂ എന്നാണ് എനിക്ക് ഐശ്വര്യയുടെ ഒക്കെ പറയാനുള്ളത്. വെറുതെ 5000-6000 രൂപ എന്താണ് അഡ്വാൻസ് മേടിച്ചിട്ടാണെങ്കിലും എന്ത് ചെയ്യണം? സാരി ബുക്ക് ചെയ്യും. വല്ലവന്റെയും ആശയത്തിൽ വിരിഞ്ഞ ഡിസൈൻ കൊണ്ട് ഉണ്ടാക്കിയ സാരി എടുത്തിട്ട് ഇരട്ടി വിലക്ക് വിറ്റിട്ട് പ്രൗഡ് ഓണർ. പ്രൗഡ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരുടെ പ്രസന്റേഷൻ ഒക്കെ സൂപ്പറാണ്. എന്താന്ന് വെച്ചാ മറ്റേ പുള്ളിക്കാരി ഈ സാരീസ് ബൈ മൃദുലയിൽ അത്തപ്പൂക്കളും ഇല്ല. അങ്ങനെ നിങ്ങൾ പറയരുത്. പൂക്കളമില്ല മോനെ, പൂക്കളമില്ല. ആ പോയിന്റ് കണ്ടുപിടിക്കണം നമ്മള്, മനസ്സിലായ? മമ്മൂട്ടി പണ്ട് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ആളുകളെ പറ്റിക്കാൻ നോക്കണ്ടേ ഞാൻ വിചാരിക്കണം. മമ്മൂട്ടി പറഞ്ഞു, ഞാൻ മമ്മൂട്ടിയുടെ നമിച്ചു, എന്റെ പൊന്നു മമ്മൂട്ടി ഇങ്ങനെ പറയില്ലേന്ന് ഞാൻ പിന്നെ കണ്ടാ പറയണോന്ന് വിചാരിച്ചു. ഞാൻ ജോയ്സ് പാലസ് ചോദിച്ചാൽ കണ്ടത്, ചേട്ടൻ പിന്നെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടാ ഞാൻ പറയണോന്ന് ചോദിച്ചു. മമ്മൂട്ടി ഇതുപോലെ പറ്റിക്കും. മമ്മൂട്ടി പറയണേ ഏതൊരു സിനിമ കേട്ടാ, ആഗസ്റ്റ് 1 പറഞ്ഞൊരു സിനിമ ഇറങ്ങിയല്ലോ. ആഗസ്റ്റ് 1 മറ്റേ ഏതൊരു സിനിമയിൽ പുള്ളി പറയണ അത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കഴിഞ്ഞിട്ടുള്ള രംഗമാണ് കാണിക്കണം. ഇതിൽ പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല, ഇടക്ക് വെച്ചിട്ടാണ് മുഖ്യമന്ത്രി ആകുന്നത്. ഭയങ്കര വ്യത്യാസമായി പോയത്. ശരിക്കും പറഞ്ഞാൽ മറ്റേ നസീർ പറഞ്ഞാല് ഇതില് ഈ മറുകാണ് ഇരിക്കണം, ഇപ്പുറത്താണ് മറുക്. അത് വ്യത്യാസമുണ്ട് മോനെ, അഭിനയത്തിൽ വ്യത്യാസമുണ്ട്. അതായത് സലിംകുമാർ പറയല്ലേ, മുദ്രയിൽ വ്യത്യാസമുണ്ട്. ചേഞ്ച് വേണോടെ, ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് മറ്റേ മുദ്ര കാണിക്കുമല്ല. ഇത് ദിമുദ്ര, ഇത് ഒറ്റ മുദ്ര എന്ന് പറഞ്ഞത്. അപ്പൊ പിന്നെ ഈ പൂക്കളം മാത്രമല്ല താങ്കൾ അറിയേണ്ടത്. ശ്രദ്ധിക്കുമ്പോ ഐശ്വര്യക്ക് എല്ലാം ശ്രദ്ധിക്കണോട്ടെ, വെറുതെ ഇങ്ങനെ ഒന്ന് കുറ്റം പറയരുത്. മറ്റേ സ്റ്റെയറിൽ പൂ വെച്ചിട്ടുണ്ട്, സ്റ്റെയറിൽ നിൽക്കണിങ്ങനെ പൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറയണത് സത്യത്തിൽ ഇനി പൂവില്ല, വെറുതെ ഒരു ഓലമടൽ കീറിയിട്ട് അതിൻ്റെ പുറത്ത് സാരി ഇട്ടാലും നമ്മൾ മേടിക്കണമെന്ന് ഞാൻ പറയണം. കാരണം എന്ന് വെച്ചാൽ ലവ് ആൻഡ് അഫെക്ഷൻ ഉണ്ട്. ആരോട്? നമ്മളോട്. അപ്പൊ നിങ്ങൾ ഒരു ചോദ്യം വേണമെങ്കിൽ ചോദിക്കാം, അമ്മുമ്മയോട് ഇല്ലേന്ന്. അത് ഓർമ്മിക്കരുത്. ഇതെന്ത് ചെയ്യണം? അമ്മുമ്മക്ക് സൽവാർ മേടിച്ചു കൊടുത്തതിന്റെ കഥയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് സൽവാർ വെച്ചിരിക്കും, ഞാൻ അമ്മുമ്മ സൽവാർ മേടിച്ചു കൊടുത്ത് രണ്ടാമത് തിരിച്ചെടുത്തിട്ട് പോയി എന്നൊക്കെ പറയാം. പക്ഷെ നമ്മളോട് അങ്ങനെയല്ല. സത്യത്തിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും സ്ത്രീ ആയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചില്ല. ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു സാരി എടുത്ത് മായാമോഹിനിലെ ദിലീപിനൊക്കെ പോലെ എന്താണ്. അല്ല, ഇവരുടെ സാരിക്കഥ ഇവിടെയൊന്നും തീരില്ല കേട്ടോ. കഴിഞ്ഞിടയ്ക്ക് ഇപ്പോൾ ഈ പറയുന്ന അഹാൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ഭയങ്കര ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടി കടന്നുപോയി. എല്ലാ മാസവും എങ്ങനെ കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ ഭയങ്കര ക്രൈസിസ് വന്നപ്പോൾ എങ്ങനെ EMI അടക്കും, എങ്ങനെ ഇത്രയും ഭക്ഷണം കൊടുക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ പക്ഷെ ആ സമയത്ത്, അതായത് 4 കൊല്ലം മുമ്പ് നമ്മുടെ സിന്ധു കൃഷ്ണ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 4 കൊല്ലം മുമ്പ് ഞാൻ ഈ സാരി സെറ്റ് മുണ്ടാണേ, സെറ്റ് സാരി വാങ്ങിയപ്പോൾ 30,000 രൂപയായിരുന്നു. 30,000 രൂപയായിരുന്നു. പക്ഷെ ഇപ്പൊ അത് 75,000 രൂപയായി. 4 കൊല്ലം കൊണ്ട്. കസബ് കുറച്ചും കൂടി ചെറുതാ, എന്നിട്ട് 75,000 രൂപ. എനിക്ക് സത്യത്തിൽ ഇത് ഈ വീഡിയോ എടുക്കണമെന്ന് പോലും ഇല്ല. എനിക്ക് ഐശ്വര്യയോട് വലിയ എതിർപ്പുണ്ട്. ശരിക്കും അവരുടെ ദുഃഖമാണ് അവരോ പറയണ. കാരണം അല്ല, ഇപ്പൊ മറ്റേ ഇതില് മറ്റേ ശ്രീനിവാസൻ പറയുന്നില്ല ഒരു സിനിമയില്, സൂപ്പർ താരങ്ങൾ റേറ്റ് കുറക്കണം എന്നാണ് ചില തെണ്ടികളൊക്കെ പറയുന്നത് എന്ന് പറയുന്നത്. അങ്ങനെ സൂപ്പർ താരങ്ങളുടെ ബുദ്ധിമുട്ട് അവർക്കറിയോ? അവർ വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെ വില കുറക്കാൻ പറ്റുമോ? സ്കോച്ച് വിസ്കിയുടെ വില കുറക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരു തട്ടിമുട്ടി പോകണമെങ്കിൽ 1.5 കോടി 2 കോടി രൂപയാണ് ഒരു മാസം. ചില മാസങ്ങളിൽ അത് 3 കോടി രൂപ വരും. അപ്പൊ ഏത് മാസം എന്ന് ചോദിക്കുമ്പോ അത് ഏപ്രിൽ മെയ് എന്നാണ്. ആ മാസങ്ങളിൽ വേണമെങ്കിൽ 3 കോടി രൂപ വരും. അപ്പൊ അത്തരത്തിൽ ശരിക്കും സിന്ധു കൃഷ്ണയൊക്കെ ഉറപ്പായിട്ടും ഇറ്റാലിയൻ മാർബിളിന്റെ വില കുറക്കാത്ത പോലെ തന്നെ സെറ്റ് മുണ്ടിന്റെ വില നമ്മക്ക് ഇപ്പൊ രതീഷ് ചക്രപാണിക്കോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ ആർക്കെങ്കിലോ വേണമെങ്കിൽ ഒരു തോർത്തു കൊടുത്തൊക്കെ അടക്കാം, ഒരു ലുങ്കി കൊടുത്തൊക്കെ അടക്കാം. അതുപോലെയാണ് അവർക്ക് 75,000 സെറ്റ് മുണ്ട് തന്നെ വേണം.
അപ്പൊ അത് ഗോൾഡിന്റെ വില EMI അടക്കം കാശില്ല. അത് അവര് പറയുന്ന എന്താ വെച്ചാൽ ഗോൾഡിന്റെ വില കൂടിയത് കൊണ്ട് ഇപ്പൊ 74,000 രൂപയായി. നേരത്തെ ആകുമ്പോ ചീപ്പായിട്ട് ഒരു 34,000 രൂപക്ക് അത് 35,000 രൂപ കിട്ടുമായിരുന്നു. തെറ്റുമുണ്ടാണ് നമ്മുടെ നാട്ടിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള ആളുകളുടെ ഫോളോവേഴ്സിനെയൊക്കെ കണ്ടെത്തി എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളത് ചെയ്യാനുള്ള ഗവൺമെൻറ് എന്ത് ചെയ്യണം? ചികിത്സ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതുപോലെ ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ഫോളോ ചെയ്ത് അന്ധമായിട്ട് എന്ത് പറഞ്ഞാലും വിശ്വസിച്ച് പുറകെ അടക്കാനുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇതുപോലെ കടകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. താങ്കൾക്ക് അറിയുമെന്ന് അറിയില്ല. ഇപ്പൊ അവിടെ ഇമ്മാനുവൽ 6 തുടങ്ങിയ നോർത്ത് ഇമ്മാനുവൽ 6 തുടങ്ങിയപ്പോൾ ഞാൻ ഷാരൂഖ് ഖാൻ കയറി ഉദ്ഘാടനം ചെയ്തു. ഞാനന്നൊരു സെമിനാർ എടുക്കണം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഷാരൂഖ് ഖാൻ കയറി കാറിന്റെ പുറത്ത് കയറി ഡാൻസ് ഒക്കെ കളിച്ചിട്ട് അന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇമ്മാനുവൽ സിൽക്സിൽ കയറി നോക്കുമ്പോൾ വാൻ ഹുസൈൻ്റെയും ലൂയി ഫിലിപ്പിൻ്റെയൊക്കെ ഷർട്ടാണ്. ആ ലൂയി ഫിലിപ്പിൻ്റെ വാൻ ഹുസൈൻ്റെ ഷർട്ടിന് ആ ഷർട്ടുകൾക്കൊന്നും ഏത് ഷോറൂമിൽ ചെന്നാലും ഒരേ വിലയെ പാടുള്ളൂ. പക്ഷേ തൊട്ടപ്പുറത്ത് ഷോറൂമുണ്ട്, ഇപ്പുറത്ത് ഷോറൂമുണ്ട്, ലുലുവിൽ ഷോറൂമുണ്ട്. അവിടെ കയറിയിട്ട് ഞാൻ ഇവിടെ കയറി നോക്കുമ്പോൾ എന്താണെന്നറിയോ? അതേ ഷർട്ട് 300 രൂപ കൂടുതലാണ്. പിന്നെ ഞാൻ മേടിച്ചില്ല, കാരണം ഇമ്മാനുവൽ സിൽക്സിന്റെ ലവ് ആൻഡ് അഫെക്ഷൻ എനിക്ക് വേണ്ടല്ലോ. പക്ഷെ ഇവിടെ അതുണ്ട്. കുട്ടികളുടെ എല്ലാവരുടെയും ലവ് ആൻഡ് അഫെക്ഷൻ എനിക്ക് വളരെ ആവശ്യമുണ്ട്. സിന്ധു മാഡത്തിലേക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ ഇത് വില കൊടുത്ത് മേടിക്കണം. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇത് ആരും മേടിക്കാതിരിക്കുന്നില്ല. ഇത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട്. ശരിക്കും ഇങ്ങനെ ഇത്രയും വണ്ടടിച്ചു പോകണം അവിടെയാണ് സോൾഡ് ഔട്ട് കാണിക്കുമ്പോഴാണ്. 10-30 ലക്ഷം രൂപ എന്ത് ചെയ്യാം? ഇതേ സാധനം അപ്പുറത്തേക്ക് മാറി നോക്കിക്കഴിഞ്ഞാൽ വില കുറച്ച് നമുക്ക് വാങ്ങിക്കാം. എന്നിട്ട് മഹാനയുടെ ലവ് ആൻഡ് അഫെക്ഷൻ എനിക്ക് എന്താ പറയണത്? താങ്കളിത് എന്താ പറയണത്? താങ്കൾ എന്ത് ഇനി പറയണത്? താങ്കൾ ഇങ്ങനെ വിവരക്ക് ഞാൻ പറയണത് ക്ഷമിക്കണം. വിവരക്കേട് പറയണത് എന്തൊരു വിവരക്കേടാണ് ഈ പറയണത്? അഹാനയുടെ എന്നൊരു പ്രൈസ് നമ്മൾ വേറെങ്ങും അന്വേഷിക്കുക പോലും ചെയ്യരുത്. നമ്മൾ അപ്പം തന്നെ അത് മേടിക്കണം. അപ്പൊ നയൻതാര വന്നിട്ട് എന്നോട് ഈ പറയുന്ന രതീഷ് ഷർട്ട് തരാ 10,000 രൂപ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ലവ് ആൻഡ് അഫെക്ഷൻ ഞാൻ മേടിക്കണം. കാരണം നയൻതാരയുടെ ലവ് ആൻഡ് അഫെക്ഷൻ എനിക്ക് വേറെ ആരുടെങ്കിലും കിട്ടിയിട്ട് വരുന്നുണ്ട്. കാശ് കൂടിയവർക്ക് സ്നേഹമല്ലേ ഇല്ലാണ്ടുള്ളൂ. സ്നേഹം ഈ നാട്ടിലുള്ള കുറെ പോഴന്മാര് ഇതുപോലെ എന്ത് ചെയ്യും? ചെന്ന് വീണു കൊടുക്കും. അതുകൊണ്ട് ഇത്തരം പരിപാടികൾ ഇനിയും നടക്കും. ഇതിൽ തട്ടിപ്പൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അവരുടെ പ്രൈസിങ് ഫിക്സ് ചെയ്യാം. അതിലിപ്പോൾ വേറെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ശരിയാണ് 2,500 രൂപ സാരിക്ക് ഉണ്ടാവുള്ളൂ. മറ്റവർ 4,800 ഇട്ടെങ്കിൽ 2,300 കൂട്ടിയായിരിക്കും. ഇവർക്കത് പോരാ. കാരണം കുറച്ചും കൂടി ഒരു ആക്ര കൂടുതലുള്ളതുകൊണ്ടിട്ട് എന്ത് ചെയ്യും? പിന്നെ അവരുടെ ലവ് ആൻഡ് അഫെക്ഷൻ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് പല സംഭവങ്ങളിലും. അമ്മൂമ്മ പിന്നെ മറ്റേ അല്ല അമ്മൂമ്മ പിന്നെ കുഴി കുത്തി മറ്റേ കഞ്ഞി കൊടുക്കൽ. ഏത് മുറ്റത്ത് കുഴി കുത്തി കഞ്ഞി കൊടുക്കൽ. എന്നിട്ട് ആ കഞ്ഞി നോക്കി വെള്ളം ഇറക്കൽ. കഞ്ഞി മുറ്റത്ത് കുഴി കുത്തി ഒരു കഞ്ഞിയായിട്ട് കൊടുക്കണം. എന്നിട്ട് ആ കഞ്ഞി കൊടുത്തിട്ടെങ്കിൽ പിന്നെ വീട്ടിലിരിക്കണ ആ കഞ്ഞി കുടിച്ചാൽ പോരെ, അതിന്റെ പകുതി കൊടുക്കാതിരുന്നാൽ പോരെ. എന്നിട്ട് ആ കൊതി എന്നും ആലോചിച്ചിട്ട് അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യും? നീണാൾ വാഴട്ടെ എന്നേ പറയാനുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ആകെയുള്ള സങ്കടം എന്ന് വെച്ചാൽ BJPയുടെ ഒക്കെ അവസ്ഥ. മറ്റേ സെൻട്രൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഒക്കെ ചെയർമാൻ ഇദ്ദേഹത്തെ പിടിച്ചാക്കിയിരിക്കുന്നു. അതിനും തെറ്റില്ല. പക്ഷേ ഈ സാധനം എന്ത് ചെയ്യും? എനിക്കിത് നേരത്തെ തോന്നിയിട്ടുണ്ട്, ഈ ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് കുറച്ച് സ്ത്രീകൾ അവരെന്തോ ശരിയാണ്, അവർ പണം അപഹരിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിയാണ്, അങ്ങനെ അപഹരിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ അതെന്തോ കേരളത്തിലെ വലിയ വിഷയം. ശരിയാണ്, ആ പിള്ളേർക്ക് ഒരു തെറ്റുപറ്റി അല്ല അതൊക്കെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, ശരിയാണ്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ മൊത്തം അത് ഏറ്റവും വലിയ വിഷയമായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് മനസ്സിലായോ? പിന്നെ രണ്ടാമത്തത് ഐശ്വര്യക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അന്ന് തന്നെ ഉദ്ദേശിച്ചൊരു കാര്യമാണ്, ഇവർ തന്നെ ഇത് ആളുകളെ കബളിപ്പിക്കണമെന്ന് തോന്നുമ്പോഴാണ് അവർക്കും ഇത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നത്. മനസ്സിലായി? ഇപ്പം താങ്കളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം സ്ഥാപനം തന്നെ പറ്റിക്കാന്ന് പറഞ്ഞാൽ പിന്നെ താങ്കൾ എന്ത് ചെയ്യുക? സ്ഥാപനത്തിനെ 10 രൂപ പറ്റിച്ചേക്കാന്ന് അതൊക്കെ ആളുകൾക്ക് തോന്നും. അതുകൊണ്ട് അതിലൊന്നും കുഴപ്പമില്ല. പിന്നെ ഇത് ഞാൻ പറയണത്, എന്നോട് ഒരിക്കലും സിന്ധു മാഡത്തിനോ അകാനൊക്കെ ഒന്നും വിരോധം തോന്നരുത്. ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്താണ്, 101% സപ്പോർട്ടാണ്. സത്യത്തിൽ ഈ പറയുന്ന പോലെ ഇത് സോൾഡ് ഔട്ട് ആയി പോയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്താനെ? മൃണാളിന്റെ സദ്യ ബുക്ക് ചെയ്ത പോലെ. അതെ അതെ, തീർച്ചയായും. എനിക്ക് തോന്നണ ഇനി വിരലിട്ട് കിളക്കിയിട്ടായിരിക്കും എനിക്ക് കൊണ്ടുവന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതെന്താണെങ്കിലും പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല.
നമ്മളെ നാട്ടിൽ എന്നിട്ട് പക്ഷെ ഒരു കാര്യം നമ്മൾ മറന്നു വരുന്നിട്ടാ, നിങ്ങൾ ഭയങ്കര പ്രബുദ്ധരാണ്. പിന്നെ ഒരു കാര്യം കൂടി താങ്കൾ ഇതിൻ്റെ ഒപ്പം ചിന്തിച്ചോളൂ കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്ത് ചിന്തിച്ചാൽ മതി. 4500 രൂപ 7500 രൂപയും 12000 രൂപയും 15000 രൂപയും കൊടുത്ത് സാരി മേടിക്കുന്ന ആരായിരിക്കും? കാശുള്ളവരായിരിക്കും. അവരുടെ മെൻറ്റാലിറ്റി ഇതാണ്. അവർ വിദ്യാഭ്യാസം ഇല്ലാത്ത, വിവരമില്ലാത്ത സാധാരണ എന്തല്ല ആളല്ല. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ചിക്കൻ കറി തട്ടുകടയിൽ നിന്ന് കിട്ടും. തട്ടുകടയിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ നമുക്ക് തട്ടുകടയിൽ നിന്ന് ചിക്കൻ കറി തരും. ഓക്കെ, നമ്മളിപ്പോൾ ക്രൗൺ പ്ലാസയിൽ പോകുമ്പോൾ ചിക്കൻ കറി അതൊക്കെ തന്നെ ഇരിക്കും. പക്ഷേ എന്ത് ചെയ്യും, പ്ലേറ്റ് മറ്റേ ഇതൊക്കെ കൂടി തരും. അപ്പോൾ ഇവിടെയും മറ്റേ അത്തപ്പൂക്കളവും മറ്റേ ഇതൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഏത് നല്ല ക്യാമറ ക്വാളിറ്റി, പിന്നെ മറ്റേ പൂക്കൾ, ഏത് സ്റ്റെയറിലേക്ക് പൂക്കൾ, പിന്നെ മറ്റേ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. മറ്റേ പുള്ളിക്കാരി ഇങ്ങനെ വന്ന് വെറുതെ നിൽക്കുന്നു, പോരാ. അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നു. അഹാന പ്ലസ് എന്താണ് ലവ് ആൻഡ് അഫെക്ഷൻ ഇതിൻ്റെ ഒപ്പം. പിന്നെ നമുക്ക് വേണ്ടി ഇപ്പം നാളെ രതീഷ് ചക്രപാണിക്ക് വേണ്ടി ഒരു മമ്മൂട്ടി വന്നൊരു ഷർട്ട് സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര രൂപ കൊടുക്കണം? പുള്ളിയുടെ സമയം അപ്പൊ എന്ത് ചെയ്യണം? അല്ല, ഇത് പറയുന്ന കേൾക്കുമ്പോഴേ ഇങ്ങനെ. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇവര് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത്, അതായത് ഇവിടെ നിന്ന് പോയി മംഗലാപുരം വഴി ഗോവ, പിന്നെ ബോംബെ, അങ്ങനെ ഡൽഹി, പിന്നെ സൂറത്ത്, അങ്ങനെ എല്ലാ യാത്ര ചെയ്ത് കാശ്മീർ വരെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ കയറി. അപ്പൊ ഞങ്ങൾക്ക് എടുത്തപ്പോ ഞാൻ നിങ്ങളെ ഓർത്തു. അവർ 5000 എണ്ണം കൂടി നമുക്ക് വേണ്ടി എക്സ്ട്രാ എടുത്തേക്കാം നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ. അതും ലിമിറ്റഡ്, കാരണം വേറെ ആർക്കും. പക്ഷേ ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എങ്ങും നോക്കരുത്, കാരണം വേറെ നോക്കിയത് ഒരുപാട് കിട്ടും, ഇതിനും വില കുറച്ച്. പിന്നെ വേണമെങ്കിൽ ഒരു ന്യായീകരണം പറയട്ടെ, അത് ഇപ്പോഴേ ഞാൻ പറഞ്ഞുതരാം. അത് കാണാനൊക്കെ ഒരുപോലെ ഇരിക്കും, പക്ഷെ ക്വാളിറ്റി മോശമായിരിക്കും. ഏത് മറ്റത് കുന്നുങ്ങളായിരിക്കും, ഇത് ഒറിജിനലാണ്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇത് നിങ്ങൾ ധൈര്യപൂർവ്വം മേടിക്കൂ. ആകെ താങ്കൾ പറഞ്ഞ തട്ടിപ്പ് എന്നുള്ള വാക്കൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ചെറിയൊരു ലാഭം കൂടുതൽ, അത് ലാഭം കൂടുതലാണെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ 4 പേരുടെ 5 പേരുടെ ഉണ്ടെന്ന് പറയണം. 5 പേരുടെ 5 പേരുടെയും ലവ് ആൻഡ് അഫെക്ഷൻ കൂടി ചേർക്കുമ്പോൾ ഈ പ്രൈസ് കൊടുത്താൽ പോരാ. സത്യത്തിൽ എൻ്റെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ലോട്ട് വരുന്നതിന് അഡ്വാൻസ് ബുക്ക് ചെയ്താൽ, മനസ്സിലായോ? അപ്പോൾ 10000 രൂപയുടെ സാരിക്കെങ്കിൽ നമ്മളൊരു 25000 രൂപ അങ്ങോട്ട് അയച്ച് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ കാശില്ല, ഇപ്പം 250 രൂപ പോലും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ശരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും?